ബാങ്കോക്കിൽ നിന്ന് ഖത്തറിലേക്ക് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഒട്ടും സമയം കളയാതെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവരുടെ ചില ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ ഫുഡും ഇവരുടെ ഫുഡുമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉണ്ട്. എൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ നിറഞ്ഞിരിക്കുകയാണ്, ഒട്ടും സ്ഥലമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ശ്രീലങ്കൻ സ്റ്റൈൽ രസം ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി സ്പൈസി ആയിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എരിവില്ലേ, അതൊക്കെ മേലെയാണ് ഇതിന്റെ ടേസ്റ്റ്. എനിക്കാണെങ്കിൽ വലിയ സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല. എൻ്റെ പ്ലേറ്റിൽ കാണുന്ന ഫുഡൊക്കെ എനിക്കറിയാം ഇതിന്റെ ടേസ്റ്റ് എന്താണ്, ഇത് എത്ര സ്പൈസി ആണെന്നുള്ളതൊക്കെ. ഞാൻ ആ രണ്ട് സാധനങ്ങളും ഓർഡർ ചെയ്തതല്ല, എനിക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് തന്നതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ചില സമയത്ത് വരുന്നതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്പൈസി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ എന്താ പറയാ, നമ്മൾ ചില സമയത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്താലും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ശ്രീലങ്കൻ ഫുഡ് കഴിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ശ്രീലങ്കൻ ഫുഡിനോട് എന്താ ഇത്ര ഇഷ്ടം വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് എന്നെ ഒരു പ്രാവശ്യം ഇവിടെ കഴിക്കാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പം തുടങ്ങി എനിക്ക് ഇഷ്ടമായതാണ്. അപ്പോൾ ആ ഫ്രണ്ട് ഇടയ്ക്കേണ്ട കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.